ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ച് ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മക്ലൂബ റൈസാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ടൊരു 7 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് ആവശ്യപ്പെട്ടത് നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് എടുക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രിഞ്ചോളാണ് കേട്ടോ. അതും ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ സവാളയാണ്. സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ എടുത്ത് ഞാനിവിടെ തനിച്ചൊരു പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ആ ചിക്കൻ ഒന്ന് മുങ്ങി കിടക്കുന്ന അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിലാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 7 സ്പൈസസ് നന്നായിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്കൊന്ന് പൗഡറാക്കി എടുക്കാം. മാഗി ക്യൂബും മഞ്ഞപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അത് നമ്മൾക്ക് അടിച്ച് വെച്ച് ആ ചിക്കൻ ഒന്ന് കുറച്ച് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ചിക്കനൊക്കെ കുറച്ച് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് ചിക്കനൊക്കെ മാറ്റി വെക്കാം. ഈ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നോരോന്നായി നമ്മൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്നും ഒഴിക്കാതെ ഓരോന്നായിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ വെജിറ്റബിൾസ് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് എല്ലാ സ്ഥലത്തും ഒന്ന് ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്യാതെ ടൊമാറ്റോവും ക്യാപ്സിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മൾക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ അരി പൊതിർത്താൻ വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഈക്വലാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അത് വെന്ത് വരുന്നതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് ദമ്മിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് ദമ്മിലിട്ട് വെച്ചിട്ട് ഇവിടെ ചോറ് നമ്മൾ പ്ലേറ്റിലോട്ട് ഇട്ടുകയാണ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി മക്ലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.